ശരി, അരുൺ എന്താണ് ഇടപെട്ട് പറഞ്ഞത്? അതിനുശേഷം ശ്രീ എൻ പിച്ചക്കുട്ടിയിലേക്ക് പോകണം. ചുരുക്കി പറയണേ. അല്ല, ഇതുവരെ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിന്റെ പൊതുമണ്ഡലത്തിൽ അവതരിപ്പിക്കാത്ത ചില കണക്കുമായിട്ട് ബഹുമാനപ്പെട്ട BJP പ്രതിനിധി വരുമ്പോൾ ഒറ്റ മറുപടി ഉള്ളൂ. താങ്കൾ പറഞ്ഞല്ലോ കേരളത്തിൽ ഇത്ര തന്നു എന്ന്. ഈ 2024-25 കേരളത്തിൽ നിന്ന് ടാക്സ് ആയിട്ട് നിങ്ങൾ കേന്ദ്രത്തിലേക്ക് അങ്ങ് കളക്ട് ചെയ്തു കൊണ്ടുപോയ പണം 91,000 കോടി രൂപയാണ്. കേരളം നൽകിയ യൂണിയൻ ഗവൺമെന്റിന് നൽകിയ നികുതി 91,000 കോടി രൂപ. അതിൽ കേരളത്തിന് യൂണിയൻ ഗവൺമെന്റ് ആ തുകയിൽ നിന്ന് തിരിച്ചു തന്നത് 24,214 കോടി രൂപയാണ്. അതായത് നികുതി വിഹിതമായിട്ട് 17,497 കോടി രൂപ, വിവിധ ഗ്രാന്റുകളായി 6,716 കോടി രൂപ, അങ്ങനെ ആകെ 24,214 കോടി. അതായത് നമ്മൾ അങ്ങ് കൊടുത്തതിന്റെ 26.6% പണം മാത്രം നമുക്ക് തിരിച്ചു തന്നിട്ട് പറയുക പണ്ടൊക്കെ തന്നതിനേക്കാൾ കൂടുതൽ തന്നിട്ടുണ്ടെന്ന്. മിസ്റ്റർ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന നികുതി പണം 4 ഇരട്ടിയായി മാറി. നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന നികുതി പണത്തിൽ സ്വാഭാവികമായിട്ടുള്ള വർധന ഉണ്ടാവും, പക്ഷേ വെറും 26% മാത്രമാണ്. വടക്കേന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്നത് 45-50% വരെ തിരിച്ചു കൊടുക്കുമ്പോൾ ഈ കേരളത്തിന് മാത്രം 26.6% തന്നിട്ട് അങ്ങ് കണക്ക് വെച്ചിട്ട് ഇത്ര തുക നാണമില്ലേ? നമുക്ക് കണക്കുകൾ വെച്ച് തന്നെ ചർച്ച ചെയ്യാം. ഓരോ കണക്കെടുത്ത് പരിശോധിക്കും. ഓരോ വർഷം എത്രയാണ് നികുതി കൊണ്ടുപോയത്, എത്രയാണ് തന്നത്, ഇത് എത്ര തവണയായി നമ്മൾ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ പറഞ്ഞല്ലോ ഏത് ഘടകത്തിലാണ് നിങ്ങൾ ഒന്നാമതെത്തിയത്? വികസനം, വിദ്യാഭ്യാസം, ആരോഗ്യം. നിങ്ങളുടെ ധനകാര്യമന്ത്രി ഫെബ്രുവരി മാസം 1-ാം തീയതി ബജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ തലേ ദിവസം, അതായത് ജനുവരി മാസം 31-ന് ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഒന്നെടുത്ത് മറച്ചു നോക്ക്. 2 സൂചിക, സുസ്ഥിര വികസന സൂചികയും മാനവ വിഭവ സൂചികയും. നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ മാനവ വിഭവ സൂചികയിലും സുസ്ഥിര വികസന സൂചികയിലും വരും. ഈ സൂചികയിലെല്ലാം ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണെന്ന് പറഞ്ഞ് രാജ്യത്തെ മുഴുവൻ MPമാരും കൈയടിച്ചതാണ് ആ റിപ്പോർട്ടിനെ. പിറ്റേ ദിവസം ബജറ്റിൽ നിങ്ങൾ കേരളത്തിന്റെ പേര് പറഞ്ഞില്ല. എന്നിട്ട് വന്ന് ഈ ചാനൽ ചർച്ചയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ദയവായി കള്ളക്കണക്കായിട്ട് വരല്ലേ. നമുക്ക് കണക്ക് വെച്ച് വേണമെങ്കിൽ ചർച്ച ചെയ്യാം പിന്നീട് ഒരു അവസരത്തിൽ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.